ഇടുക്കി പൂപ്പാറ ടൗണിലെ അനധികൃത കയ്യേറ്റങ്ങൾ റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചു. പന്നിയാർപ്പുഴയും റോഡ് പുറമ്പോക്കും കയ്യേറി നടത്തിയ 56 നിർമ്മാണങ്ങൾക്കെതിരെയാണ് നടപടി. നാട്ടുകാർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് നേരിയ സംഘർഷമുണ്ടായി. 6 ആഴ്ചയ്ക്കുള്ളിൽ പൂപ്പാറയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് റവന്യൂ സംഘം നടപടി സ്വീകരിച്ചത്. സബ് കളക്ടർ അരുണസ് നായരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു നടപടികൾ. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പൂപ്പാറയിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരുന്നു. 2 ആരാധനാലയങ്ങളും 13 വീടുകളും കടകളും ഉൾപ്പെടെ 56 അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. വീടുകളിൽ താമസക്കാർക്ക് തുടരാൻ അനുമതി നൽകി. ആരാധനാലയങ്ങളിൽ നോട്ടീസ് പതിപ്പിച്ചെങ്കിലും സീൽ ചെയ്തിട്ടില്ല. വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടി സീൽ ചെയ്തു. കടകളിലുള്ളവർക്ക് നമ്മൾ ഓൾറെഡി പെരിഷബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, പെട്ടെന്ന് നശിക്കുന്ന സാധനങ്ങൾ ഓൾറെഡി റിമൂവ് ചെയ്യാൻ ഇപ്പോൾ രാവിലെ മുതൽ സമയം കൊടുത്തിട്ടുണ്ട്. മെജോറിറ്റി കടകൾ അവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഇനി മാറ്റാനുള്ള സാധനങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കടകൾ ഏറ്റെടുക്കുകയാണ്, സീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കൊരു അപേക്ഷ തന്ന് നമുക്ക് മാറ്റാം എന്നുള്ള രീതിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുക്കുന്നു. നിർബന്ധിതമായി വേഗത്തിൽ ഒഴിപ്പിക്കുകയാണെന്നാരോപിച്ച് വ്യാപാരികളുടെ പ്രതിഷേധമുണ്ടായി. 6 പേരെ അറസ്റ്റ് ചെയ്തു. സത്യത്തില് വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ ഒരു മലയാളത്തിൽ എഴുതിയ ഒരു ഉത്തരവ് ഇന്ന് സാധാരണ കച്ചവടക്കാർക്ക് അവർ നൽകിയിട്ടില്ല. ഇന്ന ദിവസം ഇത്രയും ദിവസം കഴിയുമ്പോൾ ഒഴിഞ്ഞു മാറണം. 2-3 മാസങ്ങൾക്ക് മുമ്പ് കൊടുത്ത ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന്, അതായത് വളരെ ക്രൂരമായ രീതിയിലാണ് ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥന്മാരും അവരുടെ സമീപനം ചെയ്തെന്ന് കച്ചവടക്കാരെ തെരുവിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയാണെന്നും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. നടപടികൾ സംബന്ധിച്ച് റവന്യൂ വകുപ്പ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.